ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള വീഡിയോ ആണ് കേട്ടോ. ഏകദേശം ഒരു 3 മണി മുതൽ വൈകുന്നേരം വരെയുള്ള വീഡിയോ ആണ്. അപ്പോൾ മുഹറം 9 ഇന്ന് നോമ്പാണ്. അപ്പം അതിന് ഫുഡ് ഉണ്ടാക്കലും പിന്നെ അതെല്ലാം ആയിട്ട് ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇതാ ഞാൻ കാന്താരി പറിക്കാൻ പുറത്തിറങ്ങിയതാണ് കേട്ടോ. നല്ല മഴയായിരുന്നു. മഴ കഴിയുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇനിയാന്ന് കേട്ടോ. എൻ്റെ കാന്താരി പൊടിച്ചതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്, കറിവേപ്പിലയും തീർന്നിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഒന്ന് വേഗം ഒന്ന് പറിച്ചെടുക്കാൻ വെച്ചിട്ട് പുറത്ത് ഇനിയതാണ്. അപ്പോൾ ഇതാ കാന്താരിയെല്ലാം പറിക്കുക ഒരുപാടുണ്ട് കേട്ടോ പറിക്കാൻ. ഞാൻ പിന്നെ അങ്ങനെ അധികം പറിക്കാൻ നിന്നിട്ടാ, കുറച്ച് പറിച്ചിട്ട് ആവശ്യത്തിന് മാത്രം പറിച്ചിട്ടെടുത്തിട്ട് ഫുള്ളായിട്ട് പറിക്കാൻ നിന്നിട്ടാട്ടോ. അപ്പോൾ കുറേ പൊഴുത്തിട്ടെല്ലാം ഉണ്ടായിന്. അപ്പോൾ മഴത്ത് പുറത്തെല്ലാം ചെയ്യാൻ ഭയങ്കര മടിയാണല്ലേ, നല്ല മഴയായിരുന്നു. അപ്പോൾ കറണ്ട് പോയിക്കൊണ്ടും വന്നുകൊണ്ടെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയിലേക്ക് വരാൻ തന്നെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇങ്ങനെ കറണ്ട് പോയും വരികയും ഭയങ്കര മഴയിലായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വന്നതിന്. അപ്പം ഒന്നും റെഡിയാക്കിയിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഇത്ര പോലെ കാന്താരി ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ബാക്കി പിന്നീട് പറിക്കാൻ വെച്ചിട്ട് നമുക്ക് ടൈം ഉണ്ടായിട്ട് അധികം പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാൻ കറിവേപ്പില പറിക്കുന്നുണ്ട്. കറിവേപ്പില ഇങ്ങനെ വലിയ മരമായതുകൊണ്ട് കുറച്ച് ഇങ്ങനെ മീത്തയാണ് കേട്ടോ കറിവേപ്പിലയിലില്ല. അപ്പോൾ പറിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വലിച്ചിട്ട് കൊമ്പൊടിക്കലാണ്. അപ്പോൾ പറിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുവരെ കൊക്കയൊന്നും ഇട്ടിട്ട് പറിച്ചിട്ടാട്ടോ, ഇനി അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഞാൻ കൊമ്പൊടിച്ചിട്ട് എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരാഴ്ച വരെ പോവുക കേട്ടോ. അപ്പോൾ ഞാൻ നേരെ അതെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിന് കേട്ടോ. എപ്പോഴാണെന്നറിയില്ല, പോലെ ഇടയ്ക്ക് പോയും വരികയും ചെയ്തുകൊണ്ടുണ്ടായിന് കേട്ടോ കറണ്ട്. നല്ല മഴയല്ലേ ഇപ്പം. അപ്പോൾ ഞാൻ പിന്നെ മുട്ടയപ്പാക്കാനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നോമ്പ് കുറിക്കുമ്പോൾ മുട്ടയപ്പാക്കാൻ വിചാരിച്ച് അധികം അപ്പമൊന്നും ആക്കുന്നില്ല, പേരിന് വേണ്ടിയിട്ട് ഒരു മുട്ടയപ്പാക്കുന്ന കേട്ടോ. അപ്പോൾ അതെല്ലാം ആ മുട്ടയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മക്കൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതാ മുട്ട ഇങ്ങനെ കുക്കറിൽ പൂങ്ങാൻ വെക്കുന്നതാണ് കേട്ടോ. മുട്ട കുക്കറിൽ പൂങ്ങിയാൽ വേഗം എളുപ്പം വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ നല്ല വൃത്തി തോടെല്ലാം എളുപ്പം ഉലിയാനും കഴിയും കേട്ടോ. ആ തോടെല്ലാം നല്ല വൃത്തി തന്നെ പോയി കിട്ടും. നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ആ തോടെല്ലാം പോകാൻ. വേഗം പോവുകയും ചെയ്യും കേട്ടോ. ഏകദേശം ഒരു 2 വിസിലോളം, വലിയ കുക്കറാണെങ്കിൽ ഏകദേശം ഒരു 2 വിസിലോളം മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ചക്കച്ചോറ് വെക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. മുഹറത്തിന് ഒരു ചോറ് വെക്കില്ലേ. അപ്പം ഞാനിവിടെ മധുരക്കഞ്ഞി വാസരച്ചോറ് എന്നെല്ലാം പേരുണ്ടീനെ. എനിക്കതിന് ശരിക്കും അറിയില്ല കേട്ടോ. അപ്പം മുഹറത്തിന് വെക്കുന്ന ചോറാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ കറിവേപ്പില ഇതേപോലെ പിന്നെ ഒരു കുപ്പിയിൽ വെള്ളത്തിലാക്കിയിട്ട് ഇതേപോലെ വെക്കലാണ് കേട്ടോ. അപ്പം പിന്നെ ഒരാഴ്ച വരെയെല്ലാം എനിക്കത് പോകും കേട്ടോ. നല്ല അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. നമുക്ക് മരത്തുമ്മ ഉണ്ടാകുന്ന അതേ ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ആ ചക്കച്ചോറിന് വേണ്ട ചോറ് ഇടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതേപോലെ കുക്കറിൽ വേവിക്കലാണ്. അപ്പം പുഴുങ്ങലരി ഏതായാലും ഇടാം കേട്ടോ. സ്റ്റോറിലരി ആയാലും നമുക്ക് ചുവന്നരി ആയാലും വെള്ളരി ആയാലും ഏതായാലും ഇടാം. ഞാനിവിടെ ചുവന്നരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചുവന്നരി. അപ്പോൾ അത് നല്ലതുപോലെ വേവിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ വെള്ളമൊന്നുമില്ല, വെള്ളമെല്ലാം എല്ലാം വയ്ക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 8 വിസിലോളം കൂക്കിച്ചിട്ടുണ്ടായിന് കേട്ടോ ചുവന്നരി. അപ്പോൾ മുട്ട ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ മസാലക്ക് വേണ്ട സവാള അരിയണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചൂര ബിരിയാണി വെക്കാൻ വിചാരിച്ച് ചൂര കിട്ടിയിട്ടുണ്ടായിന്. ആ മീൻ ബിരിയാണി വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ബിരിയാണി വെക്കാൻ വിചാരിച്ച്. അപ്പം വലിയതാണ് കിട്ടീന്. അപ്പം അത് കുറച്ച് ബിരിയാണി വെക്കാൻ വിചാരിച്ചിട്ടാണ് ഉള്ളി സവാളയൊക്കെ അരിയുന്നുണ്ടായിന് കേട്ടോ. അപ്പം അതിനും വേണം, മുട്ടയപ്പത്തിനും കുറച്ച് സവാള വേണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരിയായിരുന്നു. നമ്മളിപ്പോൾ സവാളയെല്ലാം അരിയുമ്പോൾ ഇതേപോലെ ഒരു പാത്രം നമ്മൾ അരിവെ തന്നെ വെച്ച് ആ ചൂളിയെല്ലാം അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ നമുക്ക് അത്ര ബുദ്ധിമുട്ട് കാണൂല കേട്ടോ. പണിയെടുക്കുമ്പോൾ ഒന്നും നമുക്ക് ടേൽമേ ആവുകയോ അങ്ങനെ അധികം കച്ചറിയാവുകയോ ഉള്ളിത്തോല ആടിയിടെല്ലാം ആവൂലേ. അപ്പം അതെല്ലാം ഒഴിവാക്കാം കേട്ടോ. ഇതേപോലെ എപ്പോൾ നമ്മൾ എന്തെങ്കിലും ആക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും പച്ചക്കറിൻ്റെ തൊലി കളയുമ്പം അങ്ങനെയെല്ലാം പിന്നെ കളയുമ്പോൾ ഇതേപോലെ ഒരു പാത്രം വെച്ച് കൊടുത്താൽ നമുക്ക് ആ ടേൽമേന്ന് ഒന്നും കച്ചറയൊന്നും ആയി കിട്ടൂല കേട്ടോ. അപ്പം പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പോൾ നമ്മൾ ഏകദേശം മാക്സിമം നമ്മൾ പാത്രങ്ങൾ ഒഴിവാക്കണം കേട്ടോ. നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങൾ തന്നെ പിന്നെയും ഉപയോഗിക്കാതെ നിൽക്കണം കേട്ടോ. നമ്മൾ ആ പാത്രം തന്നെ നമ്മൾ പിന്നെ അതവിടെ മാറ്റി വെച്ച് വേറെ പാത്രം എടുത്ത് അങ്ങനെയെല്ലാം ഉണ്ടാവില്ലേ. അപ്പോൾ അതൊന്നും ചെയ്യാണ്ട് നമ്മൾ ആ എടുത്ത പാത്രം തന്നെ പിന്നെയും നമ്മൾ ഉപയോഗിക്കാൻ നിൽക്കണം. അപ്പോൾ ഇതാ ഞാൻ ഉള്ളിത്തോലെല്ലാം വേസ്റ്റ് ബോക്സിൽ ഇട്ടിട്ട് ആ പാത്രം തന്നെ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, അതിലേക്ക് തന്നെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ മുട്ടയപ്പത്തിൻ്റെ ഉള്ളി ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അരിയുന്നത്. ഇതാ ഇങ്ങനെ സൈഡിലെല്ലാം ചെറുങ്ങനെ നാലായി കട്ട് ചെയ്തിട്ട് അതാ ഇതേപോലെയാണ് കേട്ടോ ഇങ്ങനെ ചെറുങ്ങനെ അരിയാന്ന് ചെയ്യൽ. അപ്പം നമ്മൾ ഇങ്ങനെ ഏത് തിരക്കിലും അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് നമുക്ക് ചില സമയം നമുക്ക് ടൈമൊന്നും ഇല്ലാണ്ട് വേഗം നമ്മൾ പണിയെടുക്കില്ല. അപ്പം ഇതേപോലെ പാത്രങ്ങളെല്ലാം കുറച്ച് എടുക്കാൻ ശ്രദ്ധിച്ചാൽ അങ്ങനെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും പണിയൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇതാ മസാലയ്ക്ക് വേണ്ട സവാളയും എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, തക്കാളിയും. അപ്പോൾ ഇതാ ചക്കച്ചോറിന് വേണ്ട ശർക്കര ഞാനിവിടെ ഉരുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 3/4 കിലോ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ടായിന്. അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ മുട്ടയെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ, ഓരോന്നായിട്ട് ചെയ്തെടുക്കുന്നതല്ല. അപ്പം എനിക്ക് അധികം ടൈമൊന്നും ഉണ്ടായിട്ടാട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഒരു പണി ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മസാലയ്ക്ക് വേണ്ട ബിരിയാണിക്ക് വേണ്ട മസാല ഇതേപോലെ കുക്കറിൽ വേവിക്കുകയായിരുന്നു, സവാളയും തക്കാളിയെല്ലാം. അപ്പോൾ ആദ്യം തക്കാളി ഇട്ടിട്ട് പിന്നെ സവാള ഇട്ട് കൊടുത്താൽ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ വെള്ളം ഒഴിക്കാണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും. തക്കാളി നമ്മൾ ആദ്യം ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം സവാള ഇടണം. എന്നിട്ട് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട്. ഞാൻ ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ കത്തിപ്പോകുന്ന അടിക്ക് പിടിക്കുന്ന പേടിയില്ലാക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ പറിച്ച കാന്താരിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ ഞാൻ കുക്കറിൽ വേവിച്ച ചക്കച്ചോറിന് വേണ്ടിയിട്ട് കുക്കറിൽ വേവിച്ച ചോറ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമോ ഒന്നും ഉണ്ടായിട്ട, വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടായിട്ട കേട്ടോ. അപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ടായിന്. ഇനി അതിലേക്ക് ഞാൻ ഇടുന്നത് എന്ന് വെച്ചാൽ അരമുറി തേങ്ങയും കുറച്ച് ജീരകവും, ഏകദേശം 1 ടേബിൾ സ്പൂണോളം ജീരകവും, അത്യാവശ്യം നല്ലോണം ഏലക്കായും എടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അരമുറി തേങ്ങയാണ് കേട്ടോ, വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ മസാലേൻ്റെ സവാള അവിടെ കൂക്കിയിട്ട് റെഡി ആയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം 2 വിസിലോളം കൂക്കിച്ചിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ ഇത് ഞാൻ ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറ് ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് കേട്ടോ ആക്കുന്നത്, വേറെ മാറ്റുന്നൊന്നുമില്ല. ഈ ചോറിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് ഇതിലേക്ക് അരിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അരിക്കാണ്ട് ചേർത്ത് കൊടുക്കാനേ പാടില്ല. അപ്പം നല്ല കച്ചറി ഉണ്ടാവും കേട്ടോ ആ ശർക്കരയിൽ. അതിലേക്ക് തന്നെ നേരെ ഞാൻ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതേപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇത് സ്റ്റോറിൽ നിന്ന് കിട്ടുന്നില്ല നമുക്ക്, പുഴുങ്ങലരി, അത് വെച്ചിട്ട് ചെയ്താലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ 7 തരം പയറുകൾ ഇടണം എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മളെ പിന്നെ പയർ, പിന്നെ
മമ്പയർ, അങ്ങനെ കടലപ്പരിപ്പ് അതെല്ലാം ഇടാട്ടോ അതിൽ. അതെല്ലാം ഇട്ടിട്ടാണ് ശരിക്കും മുഹറത്തിന് ഈ കഞ്ഞി വെക്കൽ. പക്ഷേ എൻ്റെ മക്കൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ, ഇതിൽ അങ്ങനത്തെ ഐറ്റംസ് ഇടുന്നതൊന്നും ഇഷ്ടമല്ല. പിന്നെ അത് ഇട്ടിട്ടാക്കിയാൽ പിന്നെ വെറുതെ വേസ്റ്റ് ആവുന്നില്ല വെച്ചിട്ട് ഞാൻ പിന്നെ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. 7 തരം പയറുമണികൾ ഇടണം എന്നാണ് ഇതിൽ ഉമ്മുമാല പറയുന്നേക്കില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടാ. പിന്നെ കഴിക്കാണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് വേസ്റ്റ് ആകാൻ പാടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്താൽ അവർ കഴിക്കും കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ അടുക്കുന്ന ഞാനിതാ മുട്ടയെല്ലാം ഒലിയുന്നുണ്ട് കണ്ട. നമുക്ക് നല്ലതുപോലെ കിട്ടുന്നത് കുക്കറിൽ ഇതേപോലെ വേവിച്ചാൽ നല്ല വേഗം തന്നെ ഉലിഞ്ഞെടുക്കാൻ കഴിയും കേട്ടോ. അപ്പം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, കൈ കത്തിപ്പോവാ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ആ ശർക്കരൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആ ചോറിൽ ശരിക്കും ഒന്ന് ശർക്കരയെല്ലാം പിടിച്ചെടുക്കണം, ആ മധുരം ശരിക്കും ആ ചോറിലെല്ലാം ആയി കിട്ടണം കേട്ടോ. അപ്പോൾ ഇതാ മുട്ടയപ്പത്തിന് വേണ്ട മുട്ട ഞാനിതാ 2ആയി ഇതേപോലെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചക്കച്ചോറ് നമുക്ക് ഇങ്ങനെ കുറച്ച് ലൂസ് പരുവത്തിലാക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ആക്കാം കേട്ടോ. കുറച്ച് വെള്ളം വറ്റിക്കാണ്ട് എടുത്താൽ നമുക്ക് അങ്ങനെ ആക്കാം. എനക്കിവിടെ നല്ല ടൈറ്റിലാണ് കേട്ടോ വേണ്ടത്. അതുകൊണ്ട് ഞാൻ അത് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മുട്ടയപ്പത്തിൻ്റെ ഇത് 2ആയി മുറിച്ച് കൊടുത്തിട്ട് അതിൻ്റെ കാമ്പെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ, വേറെ വേറെ ആക്കണം. അപ്പോൾ ഇതേപോലെ 2ആയി കട്ട് ചെയ്തിട്ട് ഇതേപോലെ വേറെ വേറെ ആക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ കുക്കറിൽ മുട്ട വേവിച്ചാൽ നമുക്ക് എളുപ്പം ഇതെല്ലാം കിട്ടും കേട്ടോ. ആ മുട്ടൻ്റെ വെള്ളയൊന്നും വേഗമൊന്നും പൊട്ടിപ്പോവില്ല, നല്ലൊരു ബലവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇത് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് അതിന്. അപ്പോൾ ഈ കാമ്പൊന്നും നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടോ. ഇനി ഇത് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ചക്കച്ചോറിൻ്റെ പണിയൊന്ന് വേഗം തീർക്കണം. അപ്പോൾ ചക്കച്ചോറിലേക്ക് ഞാൻ നേരത്തെ പിന്നെ ഒതുക്കി വെച്ചിട്ട് തേങ്ങയും ജീരകവും പിന്നെ ഏലക്കായി ഒതുക്കി വെച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതേപോലെ ഉടച്ചു കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഉടച്ചു കൊടുക്കുക, ഇങ്ങനെ കുത്തിയിട്ടെല്ലാം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നമ്മളെ ചക്കച്ചോറ് ഇടായിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കൈവിടാണ്ട് ഇതേപോലെ ഉടച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ മുഹറത്തിന് വെക്കുന്ന കഞ്ഞിയാണ് കേട്ടോ ഇത്. അപ്പം നിർബന്ധമൊന്നുമില്ല ഇത് വെക്കണമെന്ന്, എന്നാലും വെച്ചാൽ നമുക്ക് ആ മുഹറത്തിൻ്റെ ഒരു ഫീലും എല്ലാം തോന്നും കേട്ടോ ഈ കഞ്ഞി വെച്ചാൽ. അപ്പം നാളെയും ഉണ്ട് നോമ്പ്. അപ്പോൾ നമ്മളെ കഞ്ഞി ആയിട്ടുണ്ട് കേട്ടോ. ചക്കച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീയെല്ലാം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഈ പരുവത്തിൽ തന്നെ എടുത്താൽ നല്ലൊരു ടൈറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയപ്പത്തിൻ്റെ മസാല ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 10 മുട്ടയോളമാണ് എടുത്തിട്ടുള്ളത്. 10 മുട്ടയ്ക്ക് ഞാനിവിടെ ഒരു 3 വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. സവാള ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നാൽ മതി കേട്ടോ, നല്ലോണം ഒന്നും വഴണ്ടി വരണ്ട. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി കേട്ടോ സവാള. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇടണം കേട്ടോ. ഇനി ഞാൻ നേരത്തെ കൊണ്ടുവന്ന കാന്താരിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഇട്ടിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ. അതും ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ചേർത്ത് കൊടുത്തിട്ടാൽ കാന്താരിയാണ്, നല്ല എരിവുണ്ടാവും. അപ്പം എരിവിനനുസരിച്ചിട്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ആ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇതിന് മസ്റ്റാണ് കേട്ടോ, എന്നാലേ നമുക്ക് ആ മുട്ടയപ്പത്തിൻ്റെ ഫില്ലിങ്ങിനെല്ലാം നല്ലൊരു കളർ കിട്ടും. ഇനി ഞാൻ ഇടുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി ഇതിന് മസ്റ്റാണ് കേട്ടോ. ആ എരിവിനും ആ മണത്തിനെല്ലാം ഈ മുട്ടയപ്പത്തിന് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ മല്ലിയിലയും ഇട്ട് കൊടുക്കാം.
അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിട്ടാ, അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്ന ഓപ്ഷനിലാണ് കേട്ടോ. വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതാ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മുട്ടൻ്റെ കാമ്പില്ലേ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പം തീ ഓഫാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക, അല്ല തീ കുറച്ച് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതാ നല്ലതുപോലെ മസാലയിൽ മിക്സാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് തീ ഓഫാക്കി കൊടുക്കുക. വേഗം ഒന്ന് മിക്സാക്കിയിട്ട് അധിക സമയമൊന്നും തീയിൽ വെക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഇതാ ഇതേപോലെ നല്ലതുപോലെ മിക്സാക്കിയിട്ട് നമുക്ക് ആ തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ മുട്ടയപ്പത്തിൻ്റെ ഫില്ലിങ് കൂടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഞാൻ ഏകദേശം ഒരു 1/4 കിലോനോളം മൈദ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ട ബാറ്ററാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നല്ല ടൈറ്റും അല്ല നല്ല ലൂസും അല്ല, ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക കേട്ടോ. അതൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് പൊരിക്കണമെങ്കിൽ ഇതേപോലെ കവർ ചെയ്തിട്ട് വേണം പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ മുട്ടയൊന്നും കഴിക്കാത്ത മക്കൾക്ക് ഇതേപോലെ മുട്ടയെ പോലെ ആക്കി കൊടുത്താൽ അവർ കഴിക്കും കേട്ടോ. ഇങ്ങനെ മുട്ട പുഴുങ്ങിയിട്ടൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടാവില്ലേ, അപ്പോൾ ഇതേപോലെയെല്ലാം ഒരപ്പാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ നല്ല എരിവുള്ള ഒരപ്പോലെ, അപ്പോൾ അവർക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ മുട്ട കഴിക്കാത്ത കുട്ടികൾക്കെല്ലാം ഇതേപോലെ ആക്കി കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഒന്നാക്കി കൊടുത്ത് നോക്കണം, ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ ഈ മുട്ടൻ്റെ വെള്ളയിലേക്ക് ഞാനിതാ ഈ ഫില്ലിങ് കുറച്ചായിട്ട് ഇങ്ങനെ അതിൻ്റെ നടുഭാഗം ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചായിട്ട് നല്ല ടൈറ്റിൽ തന്നെ അമർത്തിയിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതേ പാനിൽ തന്നെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പാത്രം അധികം ശ്രദ്ധിക്കണം. നമ്മൾ എടുത്ത പാത്രത്തിൽ തന്നെ പിന്നെയും അത് കഴുകിയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല. പാത്രം കഴുകാനായിക്കോട്ടെ, നല്ലോണം പാത്രം ഇങ്ങനെ അധികം നിരങ്ങിയോ ഒന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇപ്പുറം ഭാഗം ഞാനൊന്ന് ബിരിയാണീൻ്റെ മസാല ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കെല്ലാം ഈ മഗ്‌രിബാകുമ്പോഴത്തേക്ക് ആവണം. അപ്പം പിന്നെ നോമ്പ് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിയൂല കേട്ടോ, നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ ആ മസാല നമ്മൾ കുക്കറിൽ സവാളയും തക്കാളിയെല്ലാം വേവിച്ചിട്ട് അതെടുത്തിട്ട് ഈ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഒരു പാനിലേക്ക്. എന്നിട്ട് ആ ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ മുട്ടയപ്പത്തിൻ്റെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അതെടുക്കാം. ഇനി പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊരിക്കാനില്ലേ. എന്നിട്ട് ഈ മുട്ടൻ്റെ മൈദയിൽ മുക്കിയിട്ട് ഇതേപോലെ പൊരിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില സമയം ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ മുട്ട ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അധികം ഇങ്ങനെ എപ്പോൾ നല്ല ഒരു കെയറിങ് വേണം കേട്ടോ ഇത് ചെയ്യുമ്പോൾ. അപ്പം മുട്ടയപ്പത്തിന് ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഇതേപോലെ സവാള പിന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേവിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി കേട്ടോ, ചൂടായാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ലേ കാന്താരി പച്ചമുളകും പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം പൊടിച്ച് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ മസാലയാക്കില്ലേ. അപ്പോൾ മുട്ടയപ്പം ഇപ്പുറത്തുനിന്ന് ആവുന്നുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. രണ്ട് ഭാഗവും നല്ലതുപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. നോമ്പ് മുറിക്കാൻ അധികം അപ്പമൊന്നും ആക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ ചക്കച്ചോറും ആക്കി പിന്നെ ഈ മുട്ടയപ്പം ആക്കിയില്ല, അതന്നെ മതിയാവും. അതന്നെ ഇങ്ങനെ ബാക്കിയാന്നിട്ട് ചെയ്യൽ. ഇനി ഞാനിതാ മസാലയിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കുരുമുളക് പൊടി കഴിഞ്ഞിട്ടുണ്ടായിന്, ഇനിയും പൊടിക്കാനുണ്ട്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്കും ബാക്കിയുള്ള മുട്ടയപ്പം ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാ ഞാൻ ഈ നോമ്പിന് പിന്നെ ആർക്കും തണുപ്പോട് വലിയ താല്പര്യമില്ല, മഴയല്ലേ, അതുകൊണ്ട് കുറച്ച് ബൂസ്റ്റാക്കാൻ വിചാരിച്ചിട്ട് പാല് ഇതേപോലെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പാല് ചൂടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇതാ മസാലേൻ്റെ മീനില്ലേ, ഇതാ നമ്മളെ ചൂര മീൻ ഞാൻ നേരത്തെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ഇട്ടിട്ട് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പം അതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോഴേക്കും ആ മസാല അവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മീൻ പൊരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക വേണ്ട കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി പൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മളെ മുട്ടയപ്പാടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. മഴക്കാലമായതുകൊണ്ട് വലിയ വെള്ളമൊന്നും അധികം വേണ്ടല്ല, നമുക്ക് നോമ്പ് കുറിക്കുമ്പോൾ എനിക്കെന്തോ വലിയ ഒരു താല്പര്യം ഉണ്ടായിട്ടാട്ടോ വെള്ളത്തോട്. അതുകൊണ്ട് ഞാൻ നല്ല ചൂട് ചായയോ അങ്ങനത്തെ എന്തെങ്കിലും കുടിക്കാനാണ് കേട്ടോ താല്പര്യം ഉണ്ടായിന്. അതുകൊണ്ട് ഞാൻ ബൂസ്റ്റ് ആക്കിയിട്ടുണ്ടായിന്. എല്ലാവരോട് ചോദിക്കുമ്പോൾ അത് മതി എന്നാണ് കേട്ടോ പറഞ്ഞിന്. അപ്പം അവരെല്ലാം പറഞ്ഞ് തണുത്ത വെള്ളം അത്ര വേണ്ട എന്ന് പറഞ്ഞിട്ട് മക്കൾക്കായാലും എല്ലാവർക്കും ആയാലും ബൂസ്റ്റ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവർക്കും ബൂസ്റ്റ് തന്നെ ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ഞാൻ പിന്നെ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഈ ഒരു മീൻ ബിരിയാണി വെക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇത് ബിരിയാണി വെച്ചാൽ ഇപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഈ മീൻ കിട്ടിയാൽ ഇങ്ങനെ ബിരിയാണി വെക്കൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ വേറെ കറിയോ ഒന്നും ആക്കില്ല. ഇത് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ആ മസാലയിൽ ഞാൻ ഈ മീൻ പൊരിച്ചതും അതിൻ്റെ കുറച്ച് ഓയിലെല്ലാം ഉണ്ടാവില്ലേ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കണ്ട, ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ആ മസാലയിലേക്ക് ജസ്റ്റ് ഒന്ന് ആ മീനൊന്ന് പിടിക്കുന്നവരെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ആ മസാലയിലേക്ക് ആ മീനൊന്ന് പിടിക്കട്ടെ. അതുവരേക്കും നമുക്കൊന്ന് പൊത്തി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇല്ലവർ മല്ലിയില ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് അതില്ല മല്ലിയില. അപ്പം അതൊന്നും ആവട്ടെ കേട്ടോ. അത് ഞാനിവിടെ ഇപ്പറ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ആ മീനും മസാലയെല്ലാം കൂടി ഒന്ന് പിടിക്കട്ടെ കേട്ടോ. ഇനി ഇത് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ചോറ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ പണി തീർന്ന കേട്ടോ. അപ്പം ഇനി പിന്നെ നോമ്പ് മുറിക്കലാന്ന്. അപ്പോൾ ഏകദേശം ഇപ്പം സമയമായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 6:15 ആ ടൈം ആയിട്ടുണ്ടായിന്. അപ്പം ഇതാ ചോറിന് വേഗം തന്നെ ഒന്ന് ആക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് വേറൊന്നും ഇടുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ ഈ പിന്നെ കറാമ്പും പട്ടയൊന്നും ഇട്ട് കൊടുത്താൽ എൻ്റെ ഉമ്മാക്കൊന്നും അത്ര മണം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതൊന്നും അധികം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാ ഞാൻ ഈ പാട്ടയിലാണ് കേട്ടോ വെള്ളം അരിയാളെന്ന് എടുക്കുന്നുള്ളത്. അപ്പം പിന്നെ അതിൽ ഞാൻ ഒരു പാട്ടയും കുറച്ച് ഒരു 1.25 പാട്ട അരിയാണ് കേട്ടോ അളന്നിട്ടുള്ളത്. അതിന് 2 പാട്ട വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. 1.25 പാട്ട അരിക്ക് 2 പാട്ട വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ 1.25 പാട്ട അരി എടുത്തിട്ടുണ്ടതിന് ഇതിലേക്ക് തന്നെ 2 പാട്ട വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏതാ പാത്രം നമ്മൾ ഇളക്കാൻ എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ അഥവാ ഒരു പാട്ട അരിയാന്ന് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ 2 പാട്ട ഫുള്ളായിട്ട് വേണ്ട കേട്ടോ വെള്ളം. ഏകദേശം 1.25 പാട്ട വെള്ളം മതിയാവും. അപ്പോൾ ഇത് അരിയെല്ലാം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് നാരങ്ങ നീരൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ കട്ട പിടിച്ചിട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലതുപോലെ തന്നെ കിട്ടും ഈ ചോറ്. അപ്പം ഞാനങ്ങനെ അധികം ഒന്നും നാരങ്ങ നീരോ അങ്ങനെ അതൊന്നും ഒഴിച്ച് കൊടുക്കില്ല കേട്ടോ. ഇങ്ങനെ നല്ലോണം എല്ലാം വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ നാരങ്ങയെല്ലാം ഉപയോഗിക്കില്ല. അപ്പോൾ ഇതൊന്ന് കലക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അത് ആടുന്ന് ആവട്ടെ. ആ സമയം കൊണ്ട് ഞാനിതാ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാം തുടച്ചെടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് നീറ്റാക്കി എടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ തുടച്ചു കൊടുത്താൽ നമുക്ക് അധികം ഒന്നും പണിയൊന്നും കാണൂല കേട്ടോ. ഇതാ കണ്ട നമ്മൾ ആ ഉള്ളിത്തോലോ ഒന്നും നമ്മൾ എല്ലാം ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട്
വെച്ച് കൊടുത്താൽ പിന്നെ നമുക്കൊന്നും അങ്ങനെ കച്ചറയൊന്നും ആ കൗണ്ടർ ഒന്നും കാണൂല കേട്ടോ. ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാവും. നമ്മൾ ഉപയോഗിച്ച കയ്യിലൊരു പാത്രത്തിൽ വെക്കുക. നമ്മൾ ഇപ്പം മസാലയെല്ലാം ആക്കൂലേ, അപ്പോൾ ആ കയ്യിലെല്ലാം പിന്നെ നമ്മൾ ആ ടൈൽമേന്നെ വെക്കാണ്ട് ഒരു പാത്രത്തിൽ വെക്കുക. അങ്ങനെയെല്ലാം ചെയ്താൽ തന്നെ നമ്മളെ പിന്നെ നമുക്കങ്ങനെ പണിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മളെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അത് തുടക്കുമ്പോൾ ഒന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് കാണൂല. അപ്പോൾ ഇതന്നെ രണ്ടൂട്ടമൊന്നും ഇതേപോലെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മളെ ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ചിട്ട് വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് വേവിച്ചിട്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വെച്ചാൽ തന്നെ നമ്മൾ ഈ ചോറ് തയ്യാറാവും കേട്ടോ. അഥവാ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ തന്നെ ചോറ് വേവാൻ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തീ ഓഫാക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നാൽ തന്നെ നമ്മളെ ചോറ് വെന്ത് കിട്ടും. അപ്പോൾ ഇതെനിക്ക് ഇടാൻ നല്ല കറക്റ്റ് വേവാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഞാനൊന്ന് ആ മസാലയെല്ലാം ആ ചോറിലേക്ക് ഇടട്ടെ. ഞാൻ വേറെ പിന്നെ ഉള്ളിയും മുന്തിരിങ്ങയൊന്നും പിന്നെ മുരിച്ചിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടാ കേട്ടോ. ഏകദേശം ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ മസാല ഇട്ടിട്ട് തന്നെ അങ്ങനെ ആക്കുന്നതാണ്. മല്ലിയിലോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചോറിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ കുറച്ച് കളർ അധികമൊന്നും യൂസ് ചെയ്യുന്നില്ല, കുറച്ച് കളറൊന്ന് അതിനൊന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മളെ മസാല ഇടുമ്പോൾ തന്നെ ആ മഞ്ഞൾപ്പൊടീൻ്റെ കളറും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് അധികമൊന്നും ഞാൻ കളർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ, കുറച്ചൊരു യൂസ് ചെയ്തതേലും. ഇനി ഇത് ആ മസാലയിലത്തെ മീനെല്ലാം ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് മീത്ത ഭാഗം തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മസാലയെല്ലാം നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മക്കൾക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ ഈ മീൻ അല്ലെങ്കിൽ തന്നെ മീനൊന്നും അവരങ്ങനെ കഴിക്കില്ല. ഇനി അവർക്ക് കുറച്ച് ചെമ്മീനുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ, അതൊന്ന് പൊരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അത് പൊരിച്ചതും ഈ റൈസും അവർ കഴിച്ചോളൂ. അപ്പം അതൊന്നും അവർക്ക് പൊരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനൊന്നും അവർക്ക് അധികം ഇഷ്ടമല്ല കേട്ടോ, അവരങ്ങനെ കഴിക്കൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് മസാല ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നാളത്തേക്കും കൂടെ കുറച്ച് അധികമാക്കി വെച്ചതാണ് കേട്ടോ. എന്താ വെച്ചാൽ നാളെ നോമ്പല്ലേ, നാളെ മുഹറം 10 നോമ്പുണ്ടാകുമ്പോൾ നമുക്ക് അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ പിന്നെ മക്കൾക്ക് തിന്നാനാക്കി കൊടുക്കാനും അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചധികം ആക്കിയതാണ്. പിന്നെ ഇങ്ങനെ നമുക്ക് ആ രാവിലെയെല്ലാം കുറച്ച് ഖുർആൻ ഓതാനും അതിനെല്ലാം ഒരു ടൈം കിട്ടൂലേ. ഒന്നാമത് ഇപ്പം മക്കൾക്ക് സ്കൂളില്ലല്ലോ, മഴയായതുകൊണ്ട് സ്കൂളെല്ലാം ലീവാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചധികം ആക്കിയതാണ് കേട്ടോ, അവർക്ക് ഇങ്ങനെ ഉച്ച സമയമെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം ഖുർആൻ ഓതാനും അങ്ങനെയെല്ലാം ആയിട്ട് ടൈം കിട്ടും. അപ്പം അതുകൊണ്ട് കുറച്ചധികം ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ മീനെല്ലാം ഞാൻ മീത്ത വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാ നമ്മളെ നോമ്പ് മുറിക്കാനുള്ളതും തുറക്കാനില്ല എല്ലാം റെഡിയായി കേട്ടോ. ചെറുങ്ങനൊരു നോമ്പ് മുറിയും തുറയും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തുറക്കുമ്പോൾ പിന്നെ കഴിക്കൂലോ. അപ്പോൾ ഇതാ നോമ്പ് മുറിക്കാനില്ല എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഇല്ലൂ കേട്ടോ, ചെറിയൊരു പിന്നെ നോമ്പ് മുറി, അധികമൊന്നും ഐറ്റംസ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെ എല്ലാം ബാക്കിയാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി നോമ്പൊക്കെ മുറിക്കണം. അപ്പോൾ നോമ്പ് മുറിക്കാനുള്ള സമയമെല്ലാം ആയിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യാൻ മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ഇപ്പം നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് തന്നെ ഇരിക്കാം കേട്ടോ.